ദൈവം മാത്രം എവിടെയോ തണ്ടാൻ പോയി. സിംബ ഇടയ്ക്ക് തണ്ടാൻ പോകുന്നു. ഇവനും തണ്ടാൻ പോയി. എന്താടാ ഇവനെ എല്ലാവരും കയറ്റി, ഇവനെ മാത്രം കയറ്റിയില്ല. അവൻ വന്നില്ല. രാവിലെ അപ്പം അവൻ ഫ്രീ ആയി. സിംബയ്ക്ക് പഠിച്ച സിംബയ്ക്ക് തന്നെ പഠിപ്പിച്ചു വിട്ടോ അല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാൻ. അക്കരെ ചുമ്മാ ഷോ എപ്പോൾ എണീറ്റ്? 5 മണിക്ക് എണീറ്റോ? 6 മണിക്ക് നേരം വിളിത്തായിരുന്നോ? ചെറുതായിട്ടല്ലേ? ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ എന്തി? കുഞ്ഞു മക്കളെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഹാജർ നമ്പർ ഓരോരുത്തർക്ക്. ഒരാൾ തൂങ്ങി നിൽക്കുകയാണല്ലോ 24 മണിക്കൂർ. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ്. എവിടെ ഇരുത്തണ്ടേ? അത് വാങ്ങുന്നത് 11:48. അങ്ങനെ കഞ്ഞി വെച്ചു. ഇന്നലത്തെ കറികൾ തീയല്, പച്ചടി എല്ലാം ഇരിപ്പുണ്ട്. മോര് കാച്ചിയതും പപ്പടവും പിന്നെ അച്ചാറും എല്ലാ കേസും ഇരിപ്പുണ്ട്. ഇനിയിപ്പം കറിയൊന്നും എനിക്ക് ഇന്നത്തെ ദിവസം വെക്കാൻ, അല്ലെങ്കിൽ ഓണത്തിന് പിറ്റേ ദിവസം ആർക്കും കറി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്നലത്തെ എല്ലാം ഉണ്ടാവും. ശ്യാമളമ്മ കിടന്നുറങ്ങുകയാണ്. ചാച്ചാച്ചിയും കിടന്നുറങ്ങുക. ആ മോനെ ഉപ്പുമുളക് മാറ്റിക്കേ. ഉപ്പുമുളകിനകത്തെ ആ പിള്ളേർ പറയുന്ന പോലത്തെ തറുതല അവളും പറയുന്നുണ്ട്. അവൾ ഒന്നാമത്തെ കാര്യം ആരെയാ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ പിന്നെ എന്തെങ്കിലും വെക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇനിയൊന്നും കറിയൊന്നും ഇല്ലല്ലോ അല്ലേ? RCMൻ്റെ ആട്ട, RCMൻ്റെ എണ്ണ, RCMൻ്റെ എല്ലാ RCMൻ്റെ ചെയ്തോളൂ കേട്ടോ. സൂപ്പറാട്ടോ, കൊള്ളാം, കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഉപയോഗിച്ചിട്ട് വളരെ നല്ലതാണെന്ന് തോന്നി. ചായപ്പൊടിയല്ല, എനിക്ക് നല്ലതാണെന്ന് തോന്നി കേട്ടോ. RCMൻ്റെ എല്ലാ സാധനങ്ങളും തന്നെ. അതുപോലെ RCMൻ്റെ ഒരു എന്താ പറയുക, ഉദർസഫ ഈ സാധനം നമുക്ക് വയറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഗ്യാസിൻ്റെ ഇതൊക്കെ തോന്നുമ്പം, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ എനിക്കെന്തോ വയറ്റിൽ എന്തൊരു പ്രശ്നം, ഞാൻ എന്നാ കഴിച്ചിട്ടായിരുന്നു, കടലയോ എന്തോ സാധനം കഴിച്ചിട്ട് ഇപ്പോൾ വയറ്റിലൊരു പ്രശ്നം തോന്നിയിട്ട് ഞാൻ ഈ സംഭവം ചേട്ടാ പറയുന്നത് കഴിച്ചിട്ട് കിടന്നാൽ മതി, നല്ലതാണ്. അന്ന് ഈ സത്യം പറഞ്ഞാൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരാണ്ട് ഈ സാധനം ഞാൻ കുറച്ച് പൊടി കഴിച്ചിട്ട് കുറച്ച് നേരം വന്നപ്പോഴേക്കും സത്യമായിട്ട് എനിക്ക് നല്ലൊരു വയറിനൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് തോന്നിയായിരുന്നു കേട്ടോ. പരസ്യമല്ല, എനിക്ക് തോന്നി. നമ്മളൊരു സംഭവം ഉപയോഗിച്ചിട്ട് അത് നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് പറയാം, നമ്മുടെ കാര്യം നമുക്ക് പറയാം. അല്ല ഒരു സാധനം ഉപയോഗിക്കാതെ നല്ലതാണെന്ന് പറയാനായിട്ട് എനിക്കറിയത്തില്ല.
പക്ഷെ അത് നല്ലതാണെന്ന് തോന്നിയിട്ടാണ്. വയറിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരുത്തൻ എപ്പോഴും ഉണ്ട്, മിസ്സാകാറുണ്ട് കേട്ടോ. നമ്മുടെ പാക്കര മഴയില്ല എന്തായാലും. ദൈവമേ, എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ, എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞുങ്ങൾ, മക്കളെ, എൻ്റെ സുന്ദരന്മാർ. നീയൊക്കെ ഏതൊക്കെ സുന്ദരികളുണ്ടെന്നും സുന്ദരന്മാരുണ്ടെന്നും എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാവത്തുമില്ല. എല്ലാവരും ഓക്കെ അല്ലേ? ഒക്കെ പ്രശ്നമുണ്ടോ? ഒരുത്തം മാത്രമേ ഉള്ളൂ നിന്ന് കറുപ്പ്, ബാക്കിയെല്ലാം ചുമപ്പും കറുപ്പും. ചുമപ്പ് കറുപ്പായിട്ട് മാത്രം ഒരാളെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടില്ല എല്ലാവരെയും ശരിക്കും. സിംബ ഓടി വന്നോണ്ടോ ഇന്നലെ? ഓടി വന്ന അവൻ്റെ കൂട്ടിനകത്ത് ആരാ വന്ന് കയറി കിടക്കുന്നതെന്ന് അവൻ നോക്കിയത്. സിംബാൻ്റെ കൂടെ ഇതറിയാവോ മക്കളെ? എടാ, ഇത് പൂവനാണ്. ഇത് പൂവൻ്റെ ഒരുത്തൻ കണ്ടാ? മക്കളെ, മക്കൾസ്, വേറെ 4 പേരുണ്ട് കേട്ടോ അവിടെ, നിന്റെ സീനിയേഴ്സ്. ഈ ഒന്നും അതിനകത്ത് കിടപ്പില്ലല്ലോ. ഇട്ട് കൊടുക്കാം. ഭർത്താവ് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. എവിടെയോ തണ്ടാൻ പോയിട്ട് വരികയാണ്. എവിടെ പോയതാടി മുത്തേ? പറക്കാനോ? നീ എന്നെ കൂടെ വേണ്ട പറക്കാൻ? നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ. ഇല്ലേ, ഞാൻ ഇല്ലായിരുന്നല്ലോ. എന്നടി സിത്തിറമേ. നിങ്ങൾക്കൊക്കെ ഇന്നാണോ ഓണം? എനിക്കറിയാൻ വേണ്ടി ആണല്ലേ നിങ്ങൾ പിള്ളേര്. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ. ചോക്ലേറ്റോ? ചുമ്മാ. സ്പാനിഷ് ഡിലൈറ്റ് ഓപ്പൺ. ലാസൊക്കെ വല്ല പൈസ നിനക്ക് തന്നോ? ഇല്ലല്ലോ. നമുക്കൊക്കെ പൈസ എല്ലാം തരും കേട്ടാ. കൂടി വന്ന് അങ്ങ് അറ്റം പോയ 1000 പേര് കാണുന്നതിനകത്ത് ആരെങ്കിലും തരുമോ? അമ്മയാണ് സാരമൊഴി. അമ്മമാരാദ്യം എടുത്തിട്ട് വേണമല്ലോ, നല്ലതാണെങ്കിൽ നമുക്ക് കൊടുത്താൽ പോരെ. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ല ഐസ്ക്രീം കഴിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ അതിനകത്തിനാ ഒരു മേടിക്കാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞോളാ. ഇത് വേണ്ടെന്നടി. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അടുത്ത് വരെ വരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. കണ്ടോ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ശാമ്പവി അങ്ങോട്ട് നല്ല അനുസരണ. ഇവിടെയുള്ള എല്ലാം അങ്ങനെ തന്നെ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകും. ഞാൻ സഹിതം. ഇങ്ങനാന്നേ എന്നാ എന്നാ മോനെ എന്നാ മുത്തേ ഏ ഇവിടെ എന്നാ പരിപാടി എന്നാ? ഇവിടെ സിംബ ഒരു കോഴിയായിട്ട് ഓടിച്ച് ഈ കുഞ്ഞുങ്ങളെയോ? ചേട്ടാ ഇതുവരെ ഗ്യാപ്പ് കൊടുത്തേക്കുന്നതിന് അതിന് അറിയപ്പോനോ? നടച്ചില്ലെന്നേ. ഓയ് എന്താ പേടിച്ചിരിക്കുന്നേ? കേട്ടോ, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ലാതെ. ഇവിടെ ഇവരെല്ലാം പേടിച്ചിരിക്കുന്നു. മക്കളെ, മക്കൾസ്
ഇതാവേ പിള്ളേരെ കണ്ടല്ലോ. ഇതാ ശങ്കര, പിള്ളേരെ നീ കണ്ടോ? ദാ നീ കണ്ടല്ലോ. എങ്ങാനും വന്ന് പിള്ളേരെ എങ്ങാനും തൊട്ടാ സിംബ നല്ല പടം വെച്ചത് കേട്ടല്ലോ. ആ നിന്നോട് തന്നെയാ, നിന്നോടും കൂടെയാ. ആരാടി? ഏതങ്കിള്? അങ്കിളോ? അങ്കിളൊന്നുമില്ല, ചേട്ടനാ. ആൽഫ്രഡോ? ആൽഫ്രഡ് അങ്കിളല്ല, ചേട്ടനാ. ചേട്ടൻ 20 വയസ്സുള്ള ഒരാളെങ്ങനെ അങ്കിള് വന്നേ? ആ വരും. എന്നാടി കത്തി കൊടുത്താൽ കൊല്ലാൻ പോകണോ? എന്നാ പരിപാടി എന്താ? അളക്കാൻ പറ്റുന്നടാ. ഇതേ പോന്നു വരണം അങ്ങ്. അവിടെ പോയപ്പോ മൊത്തം ചങ്ങാത്തം ആണോ? നല്ല സ്മെല്ല് കിട്ടും. ആണല്ലേ? ആ ഒന്നാ ഇങ്ങോട്ട് എല്ലാം കൂടെ കയറ്റി വെച്ചാലും മതി. അവിടെ വെച്ചേര്, അവിടെ വെച്ചേര്. ചേട്ടൻ വന്നോ? എന്തിയേ എന്തിയേ അപ്പ ചേട്ടൻ എന്തിയേ? ആരെ ബൈക്കാ? ചേട്ടനെ നിന്നെയാണോ? ആ ഇത് ഓണ്ടേ ഇങ്ങോട്ട് വരുമോ? വരും. അമ്മ അമ്മ അറിയാവോ? ചേട്ടനെ അറിയാവോ? സ്കൂളിൽ വന്നില്ലേ? ഞാൻ ഇവിടെ കിട്ടാത്തോണ്ട് പിന്നെ ഇവിടെ കോഴിത്തോട് അപ്പുറത്ത് ഏഞ്ചൽ വാലിൽ അവിടെ ഒരു കൊച്ചുണ്ടാവും. ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. ശ്രീനാഥ് ഒരു 50-55 കിലോമീറ്റർ ഓടിച്ച് അവിടെ ചെന്നെങ്കിൽ അവിടെ ആളില്ല. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിപ്പോ ഈ അവധിക്ക് കുറച്ച് ഡേറ്റ കിട്ടുവാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ അങ്ങ് ചെയ്തു കുഴപ്പമില്ല. എവിടെ കുഴപ്പമില്ല, അകത്ത് കടക്കൂല. കുഴപ്പമില്ല. മുഖത്ത് നോക്കി കിട്ടാനാണ് പാട്. ഇവിടെ എല്ലാവരുടെയും കാര്യം നടക്കാം. അവിടെ പോയ ആ കൊച്ചിന്റെ കുറച്ച് വലിയ നോക്കുക എന്തെങ്കിലും ഐ കോണ്ടാക്ട് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കും, പറയുന്നത് എല്ലാം ശ്രദ്ധിക്കും. മുഖത്ത് നോക്കത്തില്ല. അന്നാപ്പന്റെ സിസ്റ്റർ പറഞ്ഞു വിട്ടതാ. ആ ഇതിന്റെ ചേട്ടാട് പറഞ്ഞ ശമ്പ വന്ന് കാണാൻ ഓണമൊക്കെ അല്ലെന്ന്. ആയോ
അവധിക്ക് എന്തായിരുന്നു പരിപാടി? ഇവളോ? കറങ്ങാൻ പോയോ? ഇത് പോടാ ഈ ടി വി ഫുൾ ടൈം ടി വി വെക്കുക ഇങ്ങനെ കൂടി വക്കുക. ഇല്ല, ഇപ്പൊ വേണ്ട. TV കണ്ടോ കാണുന്നത് സാധാരണ? ഒരു അലയൻസ് എന്ന് പറഞ്ഞൊരു ടെലികോം പരിപാടി ഉണ്ട്, അതാണ് ഫുള്ള്. പിന്നെ നമ്മുടെ അമൃതയ്ക്കകത്ത് കൈകളിലേക്കകത്ത് കൗമുദിക്കത് ആ ഓക്കെ. അതേ കാണുള്ളൂ. പിന്നെ പാട്ട് കേൾക്കും. ഞങ്ങളന്ന് ഇത് ഈ നമ്മുടെ യൂട്യൂബിൻ്റെ അതല്ല അതൊക്കെ വെച്ച് നോക്കിയത് ഇഷ്ടമല്ല, പുള്ളിക്കാരി കേൾക്കുന്നുണ്ട്, കണ്ണു കരുതില്ല. ഇല്ല അതുപോലെ നേരെ നിക്കില്ല, നമുക്ക് നേരെ നോക്കില്ല, കോണ്ടാക്ട് ഇല്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവരുടെ ഈ ഐ മൂവ്മെന്റ്സ് വെച്ചിട്ട് എടുക്കാന്ന്. ഞങ്ങൾ അവിടെ പോയി വലിയ കാര്യത്തിലൊക്കെ പരീക്ഷിച്ചിട്ട് നോക്കി കണ്ണു നോക്കത്തില്ല. പിന്നെ ഞങ്ങള് ഇതാക്കി ബോഡി ഫുൾ എടുക്കുക. അല്ല, ഇവിടെ ക്ലാസ്സിലുള്ള പിള്ളേർ ഇച്ചിരി ഡൗൺ അല്ലേ, കുറച്ച് പിള്ളേർ ഇങ്ങനെ സംസാരിക്കുന്ന ഇവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാൻ ഇപ്പം ഞങ്ങൾക്കിപ്പോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പിള്ളേരില്ല. പിന്നെ അവിടെ പറഞ്ഞപ്പോൾ ഇവരും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഇപ്പോഴാണ് സ്കൂളുകാർക്കും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ചെന്നതേ ഉള്ളൂ. 3 മാസമായിരുന്നു ചെന്നിട്ടാ ഇവിടെ സംസാരിക്കുന്നില്ലേ? സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. ആഴ്ച ഓവറാ, സംസാരിച്ച് ഓവറാണെങ്കിൽ ചോദ്യങ്ങളെ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകണ്ടേ. മടുത്തോ? അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് അവിടെ അവൾക്ക് കംഫർട്ടബിൾ എനിക്ക് ഇഷ്ടമുള്ള കുറെ ഞാൻ ലാപ്ടോപ്പിൽ അതാണെങ്കിൽ കുറച്ച് പ്ലേ ചെയ്യും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഏതോ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നത്. ഡ്രില്ലർ ഒക്കെ സൗണ്ട് ഇപ്പം അതിനെക്കുറിച്ച് നേരത്തെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പൊ എനിക്കറിയില്ല. എന്താ ചെയ്യുന്നവര്? ഡ്രില്ലാകുമ്പോ ഇങ്ങനെ കിടന്ന ബഹളം ഉണ്ടാക്കും, ഇങ്ങനെ ഒരു മതിയൊരു വയലന്റ് വയലന്റ് അല്ല, പക്ഷെ അവർക്ക് പക്ഷെ ഇപ്പൊ എനിക്കത് അത്ര ഉണ്ടോ എനിക്ക് ഇപ്പം ഇല്ല. നേരത്തെ ഡ്രില്ലറും ഡ്രില്ലർ ആ ഒരു സൗണ്ട്. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, സ്കൂളിൽ ചോദിച്ചു ഇവർക്ക് ഏത് സൗണ്ടാണ് ഇഷ്ടമില്ലാത്തത്. അപ്പൊ ഞങ്ങൾ കുറെ സൗണ്ട് പ്ലേ ചെയ്തു, പക്ഷെ അതിനകത്ത് ആളുടെ ഒന്നും കിട്ടിയില്ല. ആ സ്കൂളുകാർക്കും അറിയില്ല, അവരങ്ങനെ നോക്കിയിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഇവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കും. അതായത് ഇപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഇവിടെ അല്ല, യൂറോപ്പില് അവര് കുറെ പിള്ളേർ ഇങ്ങനെ നടത്തിക്കുന്നതിന്റെ ഡേറ്റ എടുത്ത് വെക്കുന്നുണ്ട് 10 പ്രാവശ്യം ഭയങ്കരമായിട്ട്. ഈ ഇങ്ങനത്തെ പിള്ളേർ നടക്കുമ്പോഴേക്കും ഇവരുടെ ജോയിന്റ്സിന്റെ ആംഗിൾ വ്യത്യാസമാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നില്ല, ഇവിടെ വീഡിയോ എടുക്കുക നടക്കുന്നതിന്റെ, പിന്നെ ഇവർ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കുക. ഞങ്ങൾ വീഡിയോസ് കൊടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും കാണിക്കും. കാണിച്ച ടൈമിൽ ഞങ്ങൾ വീഡിയോ റെക്കോർഡിങ് എടുക്കുക. എങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റ്സ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് ഓരോ പോയിന്റ്സ് ചെയ്ത് സ്കെൽട്ടൻ പോലെ ആക്കും. അത് ചെയ്യുമ്പോൾ പോലെ തന്നെ നമ്മുടെ ഓരോ ആംഗിളും എത്രത്തോളം വ്യത്യാസത്തിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ചെറിയൊരു മൈന്യൂട്ട് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും കുട്ടികൾ എന്തെങ്കിലും അറിയാതെ ചെറിയൊരു റിഫ്ലക്സ് ഉണ്ടായിരിക്കും, അത് നമുക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ എന്തെങ്കിലും കാര്യത്തിൽ റിയാക്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കും, ഇതുകൊണ്ടാണ് വിളിച്ചത്. ഇവിടെ അവിടെ തന്നെ ഒരു കൊച്ചു ചുമ്മാ ഇങ്ങനെ ഒച്ച വെച്ചിട്ടുണ്ട്, വേറെ ഹൗളിംഗ് സൗണ്ട് വേറെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല എന്നെ കാര്യം. മേ ബി ഇതേപോലെ എന്തെങ്കിലും ഈ സെൻസിറ്റീവ് ആയിട്ട് വരുമ്പോഴേക്കും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് എടുത്ത് വെച്ച് ഭയങ്കര തോർത്ത് തന്നെ ശ്യാമളമ്മയ്ക്കാ കുളിക്കാൻ പോകണം. ഞാൻ കുളിക്കാൻ ശ്യാമളമ്മയ്ക്ക് തോർത്ത് വേണം. തോട്ടൊക്കെ ഉണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നടക്കുമ്പോ ഇങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഇതുണ്ട്. 3:30 പോകുന്നില്ലേ? 3:30 പോകുന്നില്ലേ? എല്ലാ ദിവസവും മോഹനുണ്ടല്ലോ. അല്ല, ഒരു കാര്യം ഈ കൈ എന്ത് ഇതിപ്പോ ഇങ്ങനെ ചൊറിഞ്ഞെന്ന് വിചാരിച്ചു, അതിപ്പോ ഈ കൈ കൊണ്ടാണ് ഇവിടെ അതായത് ഒരു കൈ ചെയ്യുന്ന അതിന്റെ മറ്റേ കൈ ചെയ്തു അങ്ങനെ സംഭവം. കുടിക്കാൻ വെള്ളം എടുത്തു എല്ലാം ഇത് കുടിച്ചാൽ മതി. എല്ലാ രീതിയിലും നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാകത്തില്ല കേട്ടോ. വെളിയിൽ നിന്ന് ഒരാള് ഇങ്ങനെ പെട്ടെന്ന് കത്തത്തില്ല. ഇടയ്ക്ക് നോക്കിയിട്ട് തന്നെ ഒരു കുഴപ്പമില്ല. അവരിപ്പോ ടി വി ഒക്കെ കാണുന്നു. ഹൈപ്പർ ഇച്ചിരി കൂടുതലാണ്, ഹൈപ്പർ ആക്റ്റീവ് കൊണ്ട് പിന്നെ സോഷ്യലി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് അസുഖമൊന്നുമല്ല.
ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാ ഇവർക്ക് പഠിക്കാനാണെങ്കിൽ ഇപ്പം ഇവരെ മെയിൻ പ്രശ്നം ഇവർക്ക് ഫോക്കസിങ് ഇല്ല. അത് വരുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ചിലപ്പം ഇവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൗണ്ടർ ആയിട്ട് എന്തെങ്കിലും സൗണ്ടോ എന്തെങ്കിലും സെൻസേഷൻ കൊടുത്തിട്ട് ഇവർക്ക് അറ്റൻഷൻ ചെയ്യാൻ പറ്റും. അതാണ് നോക്കുന്നത്. ഇത് ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു അങ്ങനെ പാടാം ഭയങ്കര പാടാം. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ഇപ്പോൾ ഫോർത്ത് ഇയറാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചി കിട്ടുന്നത് പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. നടക്കത്തില്ല, കളിക്കത്തില്ല, അപ്പോൾ ആരോട് പറയുന്നില്ല. അത് ഞാൻ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രപ്പോസൽ കൊടുത്തിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു സംഭവത്തിന് കൊടുത്തു. അവിടെ നമ്മൾ പ്രൈസ് എടുക്കും. 10 രൂപ എടുത്തെങ്കിൽ ഗ്രാൻഡ് കിട്ടും. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ ഏറ്റവും ഇത് വെച്ചങ്ങ് പോയേക്കാണ്ട് ഒന്ന് സോഷ്യൽ കോഴ്സ് ആണ്. ഇവർക്കാണെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സ്കൂളുകാർക്കാണെങ്കിലും അവിടെ ഇതൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് സ്കൂൾസ് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യണം. പക്ഷേ ഇത് പണി കൂടുതലല്ല. ബാക്കിയുള്ളതിനെക്കാളും നേരത്തെ പണി അത് കഴിഞ്ഞ് വെച്ചാൽ മതി. ടി വി ആണ്. അവർക്ക് ഇപ്പോൾ ടി വി ഉണ്ടോ? ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. ശംഭുക്കുട്ടിനെ കാര്യം കാണാൻ വരുന്നുണ്ട്. സിസ്റ്ററിന് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ശംഭുവിന്റെ. ഇപ്പോഴാ ഓണത്തിന് സ്കൂളിലെ കാര്യം പറയാനാണ് ബാഗ് എടുക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവരിൽ എന്തെങ്കിലും സംസാരിക്കാതെ കൈകൊണ്ട് കാണിക്കാൻ എന്തെങ്കിലും പരിപാടി എന്നാത്തിനടി കടിക്കുന്നേ? ശംഭുക്കുട്ടാ ഇവള് ഏതൊരു കാര്യവും രണ്ട് രീതിയിലാണ്. നമ്മൾ നോക്കണം പറയാൻ പറ്റത്തില്ല. എന്തൊരു കാര്യത്തിനും രണ്ട് രീതിയുണ്ട്. ഭയങ്കരമായിട്ട് വലുതാണ് കടിക്കുന്ന ഫോണും കൊണ്ട് ഞങ്ങൾ ഓടി നടക്കുന്ന അവസ്ഥയാണ്. അവിടെ അത് തന്നെ അവിടെ ഞങ്ങൾ 2-3 ദിവസം വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അല്ല അത് വേറെ ഞാൻ വഴി വെക്കുന്ന സിസ്റ്റം കിട്ടാനായിട്ട് ഇത് നോക്കി അങ്ങോട്ട് പോയല്ലേ? ഞാൻ അപ്പുറത്ത് പോയി. സ്കൂളിന്റെ അവിടെ പോയിട്ട് വന്നെങ്കിൽ ബാക്കി നടക്കാൻ പോകും. സ്റ്റെപ്പ് ആ വഴി വരും. പക്ഷെ ഇതാണ് അതാ ഞാൻ ചോദിച്ചു വണ്ടി വരത്തില്ലേ? ഞാൻ ആദ്യം അവിടെ പോയി സ്കൂളിന്റെ അവിടുന്ന്. പിന്നെ അവിടുന്ന് സ്റ്റെപ്പ് മാപ്പ് കാണിച്ചതാ. അതുവഴി പിന്നെ നടന്നു കയറാൻ പറഞ്ഞു. പറയുന്നതന്നെ ചെയ്തില്ല. അപ്പടെ വീഡിയോ ആണോ? വെച്ചിട്ട് അമ്മ അമ്മ വന്നിട്ടുണ്ടാവില്ലേ ഒരു It's 4 p.m. ഇതാരാ മരത്തേക്കറിഞ്ഞ ശാംഭവി? ആ ശാംഭവി കുട്ടപ്പായി ജാനോട്ട് ശ്യാമളമ്മയില്ലടി? ആ വാലുള്ളത് വർത്താൻ പറഞ്ഞത് ഇതാരാ പാട്ട് പറഞ്ഞത്? ശാംഭവി. ഞാനാ പാട്ട് പറഞ്ഞത്. ശാംഭവി ജാനൂട്ട് കുട്ടപ്പായി. ആ ഇതാരാ? അമ്മ കെട്ടി വെച്ചാൽ ശ്രദ്ധിച്ചപ്പോ ആള് നിർത്തി. അപ്പൊ നിർത്തി. അത് ഒരു ആക്റ്റീവ് ആയിരുന്നു. അത് കണ്ടപ്പോ നിർത്തി.
ഇത് പാല് വാല് വാല് അവന്റെ വാൽ കാപ്പില്ല ബാല് 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 മൂട്ടുപെട്ടിലാണോ മൂട്ടുപെട്ടിലാണോ ബാലു ബബ്ലു അല്ലേ? ബാലു ബബ്ലു. പുറത്തുനിന്ന് ഇറങ്ങിക്കാൻ നമുക്ക് നടത്താം നമ്മൾ പാടായിരിക്കും അല്ലേ, ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങുവാണ്. ഇങ്ങനെ ഇപ്പൊ ഇനി ഇറങ്ങും തോന്നിയില്ല അത് ഇപ്പൊ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഇല്ല. ഇതാണ് ശാമ്പമ്മ ശമ്പളമില്ല. ഞാൻ ദൂരാണ്. പരസ്യം വീഡിയോ എടുക്കുന്നോണ്ടിരിക്കണം മതിയോ നമ്മളെപ്പോഴും ചോദിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഒരു കാര്യം പറഞ്ഞാൽ മതിയോ? ശരിയല്ലേ, ഓക്കെ അല്ലേ എന്നുള്ള ചോദിക്കും. അതാണ് ചോദിക്കുന്നത് ടി വി എടാ പോണ്ട ചേട്ടൻ നാരായണങ്ങളെ വിളിച്ചില്ലെങ്കിലേ നാരായണ വിളിച്ചില്ല ഇവിടെ അലമ്പാവും. നാരാ ഒന്ന് വരാവടാ, എൻ്റെ കൈ നിൽക്കരുത് നീ. ഇങ്ങനെ വണ്ടി കയറണം എന്ന് പറഞ്ഞാൽ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കും. നീ വന്നേ വണ്ടി കയറാൻ വേണ്ടി ഓടി. എൻ്റെ അമ്മ ഇവിടെ ഇവിടെ നാരായണ വന്നേ പിടിച്ചോ. അയ്യോ വാ, നീ ആ വടിയും എടുക്ക്. വലുതണേ ഷോ നാരായണി, ആ പടി അത് ഭയങ്കര ചെറു വലുതായി പോയല്ലോ. അപ്പില്ല 10 എടുത്താൽ മതി. വണ്ടി പോണം. നോ നോ വിളിച്ചേ, ഇങ്ങ വാ ഇങ്ങ വാ. വിളിക്കടി 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 വിളിക്ക്. എന്താ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാ. കയറി ഇറങ്ങാൻ പാടാ. ഇങ്ങനെ അയ്യോ രക്ഷയില്ല. എനിക്ക് ചേട്ടൻ്റെ കൂടെ വീട്ടിൽ ചേട്ടന്റെ അമ്മ അവിടെ ഇല്ല, അമ്മയൊന്നും അവിടെ ഇല്ലെന്നാ. ബാലവേല മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും പോയിട്ടേക്കും പെറുക്കിട്ടാ മതി, തൂക്കണ്ട. ഓരോ ഇല വീതം പെറുക്കിക്കേ കുഞ്ഞാ. ഗ്രീൻ കളറ് അല്ല മൊത്തം പെറുക്ക. ഗ്രീൻ ഷോ പാവം. കുറേശ്ശെ സൗണ്ടോ എന്തെങ്കിലും ഫോട്ടോ എല്ലാം കാണാൻ പേടിയാണ്. അങ്ങനെ പേടിയെന്നല്ല, അറ്റൻഷൻ നോക്കുന്ന എന്തെങ്കിലും സാധനം വരികയാണല്ലേ ഒന്ന് നോക്കി വെച്ചത്. ഞങ്ങളിപ്പോ ഇങ്ങനെ കുത്തിരുന്ന് നോക്കേണ്ട അവസ്ഥ. അതേ പറഞ്ഞിട്ട് ആരെയും പറഞ്ഞ കാര്യമൊന്നുമില്ല, നമ്മൾ നോക്കുന്ന ശ്രദ്ധിക്കുന്നില്ല. അല്ല ഇവിടെ ഇതിനകത്തുള്ള വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂലേ? യൂട്യൂബിനകത്ത് ഇവിടെ ഇതിനകത്തൊന്നും കുറേ ഉണ്ടല്ലോ ഇവക്ക്. അതിനകത്ത് എനിക്കത് കൂടുതൽ നാച്ചുറലായിട്ട് ഉള്ള പരിപാടികളോ. ഇതിപ്പം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അവൾ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പം ഈ കാണിച്ചു പോകുന്ന ഒരു ഇങ്ങനല്ല ആള്. പക്ഷെ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓക്കെ. ഇപ്പൊ ഇങ്ങനെ എടുക്കും പ്രശ്നം അവളെ ഫോക്കസ് ചെയ്തല്ലോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അവള് ഓക്കെ ശരിക്കുള്ള കിട്ടുന്നുണ്ട്. പക്ഷെ ഇവളെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവള് വേറെ എന്തോ കാണിക്കുന്നത് അങ്ങനല്ല ആള്. അതാ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇപ്പം ഈ ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതും കാണിക്കുന്നതൊന്നും അങ്ങനെയല്ല. പക്ഷെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഓക്കെയാ. അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ? പണിയുണ്ട്.
എങ്ങനെ കിട്ടുന്ന നോക്കട്ടെ, കിട്ടുന്ന ചിലപ്പോ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് ആടേലും ഒരാളുടെ ഒത്തു കിട്ടും, ചിലപ്പോ സാമുവേലിന്റെ ചിലപ്പോ ഒത്തു കിട്ടും, ആടേലും കിട്ടും. ട്രൈഔട്ട് ചെയ്യുക. അപ്പൊ നാളെ അങ്ങോട്ട് പോവാണോ? നാളെ ഞാൻ അങ്ങോട്ട് പോകാം. എന്താ പോന്നെ, വിളിച്ചിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ വിളിച്ചു, ഇന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നാളത്തേക്ക് നമ്മള് വിളിക്കുമ്പോ എടുക്കത്തില്ല, അതാ പ്രശ്നം. പിന്നെ എപ്പോഴും ഇത് ഞാൻ ഈ അടുക്കള എന്നിട്ട് അപ്പുറത്തായിരുന്നപ്പോഴായി വിളിച്ചത്, കൊച്ചെടുത്തിട്ട് വന്നതിന് പറഞ്ഞു. അത് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, എല്ലാവരും ഈ ഓണത്തിന്റെ ഒക്കെ തിരക്കിൽ ഭയങ്കര ബിസി ആയിരിക്കും. അത് ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച വരാന്ന്, പക്ഷെ വെള്ളിയാഴ്ച ഓണം ആയതുകൊണ്ട് പിന്നെ വന്ന എല്ലാവർക്കും ഇന്നലെ ഇച്ചിരി തിരക്കുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആൾക്കാർ വരും, പിന്നെ അങ്ങ് മാറ്റി. ഇന്നും ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, വെച്ചിട്ട് ആക്കി നോക്കാം. ഞാൻ പറയാം എന്നേലും. ശരി, ഓക്കെ. ശംഭു ചേട്ടായി വന്നപ്പോഴേക്കും നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്തേ? ശംഭു ഇങ്ങനെ അല്ലല്ലോ. ശംഭു എന്നെ ഉപദ്രവിക്കുന്നു. ചേട്ടായുടെ ലാപ്പിൽ എടുക്കുന്നു, ചേട്ടായുടെ ക്യാമറ എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാവോ? നീ നിൽക്കുക, അങ്ങനെ ചെയ്യുന്ന ആരാ? അപ്പൊ ശംഭു ബാഡ് ഗേളാണോ? അതെ. ഇവള് പറഞ്ഞ കേട്ടല്ലോ നിന്റെ മോള്. അങ്ങനെ കുടിച്ച് ചായ കുടിച്ച് കൊച്ചു വലിയ ഇതാകണ്ട. ലൈറ്റ് ഇല്ലല്ലോ. ഓ, കട്ടുമണം ഭയങ്കരം. ഉണ്ടെന്നേ, പാമ്പിന്റെ മണമെന്നാണ് പറയാറ്. അത് എത്രമാത്രം ശരിയാണെന്നും. ശ്യാമളെ, നീ ചായ കുടിക്കുക, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് താ. നീ കുടിക്കുന്ന ഞങ്ങളുടെ സന്തോഷം, നീ കുടി. ബാക്കി അമ്മയ്ക്ക് കൊടുക്കും. ഇതിന്റെ ഫ്രണ്ട് തന്നെ കാറിലൊക്കെ വൈപ്പർ കണ്ടോ, ചേച്ചിക്ക് പല്ലില്ലെന്ന് പറഞ്ഞു കേട്ടോ. പല്ലുള്ള ആള്. അമ്മ തിരിച്ചേ അമ്മക്ക് ധൈര്യം ഉണ്ടോ അമ്മ ചിരി? അങ്ങനെ ഇരിക്കാനല്ലോ പറഞ്ഞ, പല്ല് കടിച്ചിരിച്ചേ. യോ ബീഫോ അപ്പച്ചി ബീഫ് കൊടുക്കുവോ? അപ്പ ഉണ്ടാക്കിയ കറിയില്ലേ ബീഫ്?